പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റോസ് പ്ലാന്റിനെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ വേഗം തന്നെ പൂവുണ്ടാവണം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റിൽ മാത്രമേ നിറയെ പൂക്കൾ, നല്ല വലുപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അത് റോസ് പ്ലാന്റിനെ നല്ല പോലെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ റോസ് ചെടിക്ക് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫെർട്ടിലൈസർ വാങ്ങി ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള തേയിലേര ചണ്ടി, മുട്ടത്തോട്, ഉള്ളിത്തോല് ഇതൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ തോല് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, സവോള, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തോല് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചെടി നന്നായി വളർന്നു വന്നതിന് ശേഷം അതിൽ പൂവും മൊട്ടൊക്കെ ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം.